ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം നെടുമങ്ങാട് മുല്ലശ്ശേരിയിൽ പി അസീസ് കോളേജിലെ പണി തീരാത്ത ഒരു കെട്ടിടത്തിനുള്ളിൽ പുരുഷൻ്റേതെന്ന് സംശയിക്കുന്ന ഒരു കത്തിക്കരിഞ്ഞ നിലയിലുള്ള ഒരു മൃതദേഹം കണ്ടെത്തിയത്. അതിൽ കോളേജ് ഉടമയായിട്ടുള്ള മുഹമ്മദ് അബ്ദുൾ അസീസ് താഹയുടേതാണ് മൃതദേഹമെന്നാണ് ഇതുവരെയുള്ള സംശയങ്ങളിൽ നിന്ന് പോലീസ് അടക്കം നൽകുന്ന ഒരു പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത്. അതിന് സംശയത്തിലേക്ക് എത്താനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു കെട്ടിടത്തിന് അകത്തായിട്ട് അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണും അതുപോലെ തന്നെ ഈ പുറകിൽ കാണുന്നത് അദ്ദേഹം വന്നിട്ടുള്ള ഒരു കാറാണ്. ഇത് അദ്ദേഹത്തിൻ്റെ കാറാണെന്നാണ് അത് ഉറപ്പിച്ച് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാറും സമീപത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു പണിതീരാത്ത കെട്ടിടത്തിനുള്ളിലേക്ക് കടന്ന് ആത്മഹത്യയായിരിക്കാം അല്ലെങ്കിൽ കൊലപാതകമോ എന്നുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫോണും സമീപത്ത് നിന്നായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ ഫോറൻസിക് സംഘവും എത്തിയിട്ട് അവിടെ പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കത്തിക്കരിഞ്ഞ നിലയിലും തലയോട്ടിയും അതുപോലെ തന്നെ മറ്റ് അസ്ഥികളും മാത്രമാണ് ഉള്ളതെന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് ലഭിക്കുന്ന പോലീസിൻ്റെ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഏതായാലും വിശദമായ പരിശോധനയാണ് അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അദ്ദേഹത്തിന് കടബാധ്യതയും മറ്റും പ്രശ്നങ്ങളായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും അദ്ദേഹത്തെ അടുത്തറിയുന്ന വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കടം നൽകിയിട്ട് കൊടുക്കാത്തവർ വന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഒരുപക്ഷെ അതായിരിക്കാം ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ നയിച്ചിട്ടുള്ള കാരണം എന്നുള്ളത് വ്യക്തമല്ല. എന്നിരുന്നാലും പോലീസും ഫോറൻസിക് സംഘവും എത്തി വിശദമായ പരിശോധനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുല്ലശ്ശേരിയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ പണി തീരാത്ത കെട്ടിടത്തിലാണ് ഇന്ന് രാവിലെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഏതായാലും മൊബൈൽ ഫോണും അതുപോലെ തന്നെ കാറും സമീപത്തായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പോലീസും ഫോറൻസിക് സംഘവും എത്തി പരിശോധന അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അബ്ദുൾ അസീസിൻ്റേത് തന്നെയാണ് മൃതദേഹമെന്നാണ് പോലീസും സംശയിക്കുന്നത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കത്തി തീ അണയ്ക്കാൻ വേണ്ടി വെള്ളം പിടിച്ചായിരുന്നു. അവിടെ വിളിച്ച് പറയാനേ